മിഥുൻ ഒരു കണ്ണീർ ഓർമ്മയായി മടങ്ങുകയാണ്. ആ വീട്ടിലേക്ക് അമ്മ സുജ എത്തിയിട്ടില്ല. അവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രയിലേക്കാണ്. ഇപ്പോൾ മിഥുൻ്റെ മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ എത്തിയിട്ടില്ല ഇതുവരെ. ആ വീട്ടിൽ നിന്ന് ഇപ്പോൾ രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, സുജ എത്തുന്നതും കാത്ത് ആ വീട് ഇരിക്കുകയാണ്. 4 മാസം മുമ്പ് മക്കളെ മികച്ച നിലയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുവൈറ്റിലെ വീട്ടുജോലിക്കായി ആ വീട് വിട്ടിറങ്ങിയത് സുജ. തിരിച്ചു വരുന്നത് മകൻ്റെ ചേതനയറ്റ ശരീരം കാണാനാണ് എന്ന ഏറ്റവും ദുഃഖാർത്ഥമായ അവസ്ഥയുണ്ട്. ഇപ്പോൾ അമ്മൂമ്മ കഴിഞ്ഞ കുറേ ദിവസമായി കരഞ്ഞ് തളർന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ അവർ തളർന്ന നിലയിൽ ഉള്ള ദൃശ്യം നമ്മൾ മിഥുൻ്റെ വീട്ടിൽ നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. മിഥുൻ ബന്ധുക്കളെല്ലാവരും അവിടെ ഉണ്ടോ? നമ്മുടെ രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, എല്ലാ ബന്ധുക്കളും അവിടെ എത്തിയിട്ടുണ്ടോ? ബന്ധുക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാ ആ അച്ചമ്മ കുറേ ദിവസമായി ആഹാരം കഴിക്കുന്നതിലായിരുന്നു, വളരെ വിഷമത്തിലായിരുന്നു. നമ്മൾ ആ വിലാപങ്ങളും തേങ്ങലും ഒക്കെ കേട്ടതാണ്. ഇപ്പോൾ അമ്മ കുഴഞ്ഞു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് അച്ചമ്മയെ. കാരണം ഈ മോനെ കാണാതെ ഒന്നും കഴിക്കാൻ വേണ്ട എന്ന നിർബന്ധത്തിലായിരുന്നു. പക്ഷേ കുടുംബാംഗങ്ങൾ ആഹാരം കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവത്തിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് അച്ചമ്മയെ. ഇത്തരത്തിലാണ് ഇവിടെയുള്ള മനുഷ്യരെല്ലാവരും. കാരണം മോനെ ഒരു നോക്ക് കാണുന്നത് വരെ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വല്ലാത്ത വിഷമത്തിലിരിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അച്ചമ്മയെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. കുടുംബാംഗങ്ങളെല്ലാം ഒപ്പമുണ്ട്. കുടുംബാംഗങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു സങ്കടമാവുകയാണ് അവർക്ക്. കാരണം മിഥുനെത്തുമ്പോൾ ആ മോനെ ഒരു നോക്ക് കാണണം, ഏറ്റവും ഒടുവിലായി ഒരു നോക്ക് കാണണമെന്ന് ആഗ്രഹിച്ചത് അച്ചമ്മയാണ്. അച്ചമ്മ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. എന്തായാലും 2-3 ദിവസമായ അതേ അവസ്ഥയിലായിരുന്നു. വളരെ സങ്കടത്തിലായിരുന്നു അച്ചമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരും. അച്ചമ്മയെ ആശ്വസിപ്പിക്കാനും ആഹാരം കഴിക്കാനും ഒക്കെ പലതവണ ഉറ്റവരും കുടുംബാംഗങ്ങളും ഒക്കെ നിർബന്ധിച്ചിരുന്നു. പക്ഷേ ആ അടുപ്പം, ഇതിനോടുള്ള അടുപ്പം കൊണ്ട് മറ്റൊന്നും തനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ സങ്കടത്തിലായിരുന്നു സ്ത്രീ ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് രാവിലെ പോലും ഓരോ മുഖങ്ങൾ കാണുമ്പോൾ, ഇപ്പോൾ സ്കൂളിലെ ടീച്ചർമാർ വരുമ്പോൾ അവരോട് ആ സംഭവങ്ങൾ പറയുന്നു, എൻ്റെ മോൻ പോയി എന്ന് പറയുന്നു. അങ്ങനെ ഓരോ മനുഷ്യരെ കാണുമ്പോഴും ഓരോ ഘട്ടത്തിലുള്ള ഓർമ്മയിലേക്കാണ് അച്ചമ്മ പൊയ്ക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന്. എന്തായാലും അമ്മ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, യാത്രയിലാണ്. അമ്മ പോയ യാത്ര പൂർണ്ണമായിട്ടില്ല. ആ യാത്രയ്ക്ക് പോകുന്നത് ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യത്തിൽ ഏറ്റവും മുന്നിൽ കണ്ടിരുന്നത് ആ 2 മക്കളെയാണ്. ആ 2 മക്കളെയാണ് മുന്നിൽ കണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ആളുകളൊക്കെ ഒരു നോക്ക് കാണാൻ, ഏറ്റവും ഒടുവിലായി ഒരു നോക്ക് കാണാനായി, ഉറ്റവനെ സുഹൃത്തിനെ ഒരു നോക്ക് കാണാനായി ഇവിടെ ഇരിക്കുകയാണ്. നാട്ടിലുള്ള എല്ലാവരും ഉണ്ട്. എപ്പോഴെത്തും എന്നവർക്കറിയില്ല. അവരെപ്പോഴായിരിക്കും എത്തുക എന്നുള്ളതൊന്നും അവർക്കറിയില്ല. എങ്കിലും അവർ ഇവിടേക്ക് കടന്നു വന്നിരിക്കുകയാണ്. മിഥുൻ്റെ സുഹൃത്തുക്കളുണ്ട്, അയൽവാസികളുണ്ട്, അങ്ങനെ കുറേയധികം ആളുകൾ ഇവിടെ ഉണ്ട്. അമ്മ ഇവിടെയുള്ളതാണോ? ഈ നാട്ടിൽ ഇവിടെയുള്ളതാണോ? അല്ല, അമ്മ മിഥുനെ കാണാൻ വന്നതല്ലേ? സംഭവം അറിഞ്ഞു വന്നതാണോ? വരുന്നത് ഇവിടെ അടുത്ത് തന്നെ, ഇവിടെ അടുത്തുനിന്നാണ് വരുന്നത്. അമ്മ മോനെ അറിയാമോ? മോനെ അറിയാം. അറിയാമല്ലേ? മോനെ കൂടെ പഠിക്കുന്നുണ്ടോ ആരെങ്കിലും? അതോ? ഇല്ല, എൻ്റെ കൊച്ചുമക്കളെ ഞാൻ മൈനാപ്പള്ളിയിൽ നിന്ന് ഇവിടെ വരിക, മോനെ കാണാനായിട്ട് വന്നത്. എൻ്റെ വീട് ഇവിടെ അപ്പുറത്താ. ഞാൻ മൈനാപ്പള്ളിയിൽ നിന്ന് മോനെ കാണാൻ വന്നത്. എൻ്റെ അമ്മ